ഈ പറയുന്ന വേർഡ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കേട്ടിട്ടില്ല എങ്കിൽ, ദിസ് ഇസ് യുവർ ഫസ്റ്റ് ടൈം എങ്കിൽ താഴെ കോമെന്റിൽ ഒന്ന് പറഞ്ഞേക്കണം. ഞാൻ ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എൻ്റെ പൊന്നു സൂസമോ, ഞങ്ങളൊന്നും ഇങ്ങനത്തെ വാക്കുകൾ കേട്ടിട്ടില്ല. ഈ പറയുന്ന ഞാൻ പോലും റീസെൻ്റ്ലി പഠിച്ച വാക്കുകളാണ്. അല്ലാതെ ഞാനിത് എൻ്റെ കൂടെ ബാഗിൽ ഇട്ടുകൊണ്ട് നടക്കുകയല്ലായിരുന്നു. ഓരോ ദിവസവും റിസർച്ച് ചെയ്യുമ്പോൾ പുതിയ പുതിയ വാക്കുകൾ, പുതിയ ഇൻഫോർമൽ യൂസേജുകൾ, അങ്ങനെ ഓരോ സാധനങ്ങൾ കൈ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഇത് നമുക്ക് ആ എക്സൈറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ എന്തെങ്കിലും ഭയങ്കര ഒരു സന്തോഷ വാർത്ത ഉണ്ടെങ്കിൽ നമ്മളത് ഒരാളുടെ അടുത്ത് ചെന്ന്, ഒരു വ്യക്തി ഉണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ, ആ വ്യക്തിയുടെ അടുത്താണ് നമ്മളിതെല്ലാം ഷെയർ ചെയ്യുന്നത്. എന്ത് സന്തോഷ കാര്യങ്ങളുണ്ടെങ്കിലും എന്ത് ദുഃഖമുണ്ടെങ്കിലും ആദ്യം ആ ആളോട് ചെന്ന് പറയണം എന്നാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. ആൻഡ് രണ്ടുപേരോട് ചേർന്ന് എന്നൊക്കെ പറഞ്ഞ് ചാടുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് കാണാനായിരിക്കും നമുക്ക് കൂടുതൽ ആഗ്രഹം. എന്ന് പറഞ്ഞതുപോലെ എനിക്കൊരു വാക്ക് കിട്ടുമ്പോഴത്തേക്കും എനിക്കത് എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഇട്ട് കഴിഞ്ഞിട്ട് അതിനോട് എങ്ങനെയാണ് ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നത്, ആ വാക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടോ, അത് അവർക്ക് യൂസ്ഫുൾ ആകുമോ, അവരങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ എന്നൊക്കെ അറിയുമ്പോൾ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാനിത് ആക്ച്വലി ചെയ്യുന്നത്. സോ ഇത് ഞാൻ തന്നെ പഠിച്ചിട്ട് എൻ്റെ കയ്യിൽ തന്നെ വെക്കാനാണെങ്കിൽ ഒരു പ്രയോജനമില്ല. സോ ഐ ലവ് ടു ഷെയർ ആൻഡ് ഐ എം ഷെയറിങ് ദീസ് വേർഡ്സ് സോ ദാറ്റ് യു കെൻ ഓൾസോ സ്റ്റാർട്ട് യൂസിങ് ഇറ്റ്. അപ്പം നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ വേർഡ് എന്ന് പറയുന്നത് സ്ട്രോപ്പി എന്ന വേർഡാണ്. സ്ട്രോപ്പി കിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബാഡ് ടെമ്പേർഡ് ആയിട്ടുള്ള ആൾ, അല്ലെങ്കിൽ ഭയങ്കര ആർഗ്യുമെൻറ്റേറ്റീവ് ആയിട്ടുള്ള പിള്ളേരെയാണ് കൂടുതൽ നമ്മൾ സ്ട്രോപ്പി കിഡ് എന്ന് പറയുന്നത്. സ്ട്രോപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബാഡ് ടെമ്പേർഡ്, അറ്റ് ദ സെയിം ടൈം ഭയങ്കര ആർഗ്യുമെൻറ്റേറ്റീവ് ആണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് കഴിക്കും, അതെന്തായാലും ഞാനിപ്പോൾ കഴിക്കുന്നത്, നീ അത് കഴിക്കുക, എനിക്കിപ്പോൾ കഴിക്കാൻ സൗകര്യമില്ല, ഞാൻ എന്തിനത് കഴിക്കണം, ഞാൻ എന്താണ് അത് കഴിക്കേണ്ടത്, കഴിക്കേണ്ട കാര്യം എന്താണ്, പറയൂ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഭയങ്കര പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലൊരു ആർഗ്യുമെൻറ്റേറ്റീവ് ആയിട്ടുള്ള കുഞ്ഞ് അല്ലെങ്കിൽ ഒരു വ്യക്തി, അങ്ങനെയുള്ള ബാഡ് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രോപ്പി എന്ന് പറയുന്നത്. സോ ഹീസ് എ സ്ട്രോപ്പി കിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ വെരി ആർഗ്യുമെൻറ്റേറ്റീവ്, ബാഡ് ടെമ്പേർഡ് കിഡ് എന്നാണ്. ആൻഡ് നമ്മളതിനെ ഡീൽ ചെയ്ത് വിടാൻ പഠിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ ഇറ്റ് ക്യാൻ ബി എ പ്രോബ്ലം. അടുത്ത വേർഡ് ഷാർപ്പിഷ് എന്ന വേർഡാണ്. ഷാർപ്പിഷ്. എൻ്റെ മമ്മി എന്നോട് പണ്ട് പറഞ്ഞത്, എനിക്കറിയത്തില്ല നിങ്ങളുടെയൊക്കെ മമ്മിമാർ അത് പറഞ്ഞു തന്നിട്ടുണ്ടോന്ന്, ഇടിവാഴക്കൊക്കെ അവിടെ നടക്കുന്ന സമയത്ത് നീ അവിടെ പോയി വായി നോക്കി നിൽക്കരുത്, അന്നേരം തന്നെ അവിടുന്ന് സ്കൂട്ടായിക്കോണം, അവിടുന്ന് ഇറങ്ങി ഓടിക്കണോ, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിക്കോണം, ഒരിക്കലും ആ വഴക്കിൻ്റെ നടുക്ക് പോയി നിന്നിട്ട് ഇങ്ങനെ വായും വിളിച്ച് എന്തായിരുന്നു, ആരായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് നിൽക്കരുതെന്ന് പറഞ്ഞു തരുമായിരുന്നു. എത്ര പേരുടെ അമ്മമാരത് പറഞ്ഞു തരുമെന്ന് എനിക്കറിയത്തില്ല. സോ അവിടുന്ന് ക്വിക്ക്ലി വിട്ടോണം. സോ ദ മൊമെൻറ്റ് ഐ സോ എ ഫൈറ്റ്, ഞാൻ ഫൈറ്റ് കണ്ടപ്പോഴത്തേക്കും ഐ ലെഫ്റ്റ് ഷാർപ്പിഷ് എന്ന് വെച്ചാൽ ഞാൻ അവിടം വിട്ട് പെട്ടെന്ന് തന്നെ ഓടിക്കളഞ്ഞു, അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് സ്കൂട്ടായി എന്നാണ് പറയുന്നത്. അതാണ് ഈ ഷാർപ്പിഷ് എന്ന വാക്കും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വേർഡും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. സ്ക്രഫി എന്നാണ് പറയുന്നത്. ഡോണ്ട് ഗെറ്റ് ഇൻ ടു മൈ റൂം, ഇറ്റ്സ് സ്ക്രഫി. എൻ്റെ റൂമിൻ്റെ മുറിയിലോട്ട് കയറില്ലേ, ഭയങ്കര വൃത്തികേടാണ്, അലങ്കോലമായി കിടക്കുകയാണ്. സോ അതുകൊണ്ടാണ് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ റൂമെല്ലാം വൃത്തിയാക്കി ഇടുവാണെങ്കിൽ ആ പ്രശ്നമില്ലല്ലോ. സോ സ്ക്രഫി എന്ന് പറയുന്നത് അലങ്കോലമാക്കി അല്ലെങ്കിൽ അലമ്പായിട്ട് കിടക്കുന്ന ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ സ്ക്രഫി എന്ന് പറയുന്നത്. ആൻഡ് ലോട്ട് ഓഫ് യു, ഇപ്പം ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് എന്നെ നിങ്ങളുടെ റൂം ഒന്ന് കാണിക്കാൻ? ബിക്കോസ് ഒട്ടുമിക്ക ആളുകളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പറയൂ ബെഡ്റൂമിൽ കയറല്ലേ, ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുകയാണ്, ടോയ്ലറ്റ് ഒന്നും ക്ലീൻ ആയിട്ടില്ല എന്ന് പറയും. സോ അങ്ങനെയല്ല, നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ് എങ്കിൽ ദാറ്റ് ആക്ച്വലി മീൻസ് ദാറ്റ് യുവർ റൂം ഈസ് വെരി ക്ലീൻ എന്നാണ്. സോ സ്ക്രഫി എന്ന് പറയുന്നത് അലങ്കോലമായി കിടക്കുക, വൃത്തികേടായി കിടക്കുക, അല്ലെങ്കിൽ നീറ്റ് അല്ലാത്ത മെസ്സി ആയിട്ടുള്ള റൂമുകളൊക്കെ ആണെങ്കിൽ ആ മെസ്സി എന്നുള്ളതിന് പറയുന്നതാണ് സ്ക്രഫി. ലാസ്റ്റ് വൺ ഇസ് ഗ്യാബി എന്ന് പറയുന്നത് ഈസ് എ വെരി ഗ്യാബി പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സംസാരിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ എത്ര സംസാരിച്ചാലും നമുക്ക് രസമാണ്, പക്ഷെ ചില ആളുകൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടിയാൽ മതി എന്നുള്ളതാണ്. സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു സദസ്സിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിൽ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലോ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പറയാനുള്ള കഥകൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവർക്കും കൂടിയുള്ള സമയം കൊടുക്കുക. അതല്ല നിങ്ങളുടെ സംസാരം അവർ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ആൻഡ് അവർ നിങ്ങളുടെ സംസാരം എൻകറേജ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്കിൽ കണ്ടിന്യൂ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഗിവ് എവ്രി വൺ ടൈം ടു സ്പീക്ക്. എല്ലാവർക്കും സംസാരിക്കാനുള്ള സമയം കൊടുക്കുക. നിങ്ങളുടെ കഥ മാത്രം പറഞ്ഞുകൊണ്ട് ആളുകളെ വെറുപ്പിക്കാതിരിക്കുക. ആളുകളുടെ മുഖം മാറുന്നുണ്ടോ, സാഹചര്യങ്ങൾ മാറുന്നുണ്ടോ, ബി സെൻസിറ്റീവ് അറ്റ് ദ സെയിം ടൈം സെൻസിബിൾ ടു ദ സിറ്റുവേഷൻ കേട്ടോ. അപ്പം എല്ലാം പറഞ്ഞ പോലെ ഈ 4 വാക്കുകൾ നിങ്ങൾ പഠിക്കുക ആൻഡ് യു ക്യാൻ സ്റ്റാർട്ട് യൂസിങ് ഇറ്റ് ഇൻ യുവർ ലാംഗ്വേജ്. അതുപോലെ നമ്മുടെ കോൺവെർസേഷൻസിനകത്തൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അഥവാ ഇത് വേറെ എവിടെയെങ്കിലും നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷം, ആ വേർഡ് എനിക്ക് അറിയാമല്ലോ ബിക്കോസ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സുസമ ടോക്സിൻ്റെ ചാനലിൽ ഇത് കേട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്, നിങ്ങൾ അയച്ചു കൊടുക്കുന്നവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ കീപ് ഷെയറിങ് ഇറ്റ് ആൻഡ് ലൈക്ക് ഇറ്റ്. ആൻഡ് ഓൾസോ മറക്കരുത്,
നിങ്ങൾ ഫോളോ ചെയ്യണം. ഇല്ലെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ സാധനം കിട്ടത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ആളുകൾ എന്നോട് പറയും സൂസമ്മയെ കാണാറില്ലല്ലോ. അപ്പോൾ ഞാൻ പറയും നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരില്ല. അതാണ് എൻ്റെ സംഭവം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബൈ.